ഹായ്, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ വളരെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ആയിട്ടുള്ള റേഞ്ചിൽ കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷനാണ്. പ്ലാറ്റിനം സിൽക്ക് ഫാബ്രിക്കിൽ അതായത് പ്രീമിയം പ്ലാറ്റിനത്തിൻ്റെ തന്നെ വേരിയൻ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നും ഫാബ്രിക്കിന് വരുന്നില്ല. അതിൽ ഇത്രയും കളർ ഷെയ്ഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. വർക്ക് ഇതുപോലെയാണ്. ആ യോക്ക് പോർഷനിൽ ഒരു ലേസ് ബോർഡർ അറ്റാച്ച് ചെയ്തേക്കുന്നു, യോക്ക് ഫുള്ളും. എന്നിട്ട് ഇതുപോലെ ഫാൻസി സ്റ്റിക്കർ പാറ്റേൺ ആണ് അതിൽ ചെയ്തേക്കുന്നത്. GPO ലേസ് എന്ന് പറയും ഇങ്ങനത്തെ വർക്കിനെ. അത് തന്നെ അതിൻ്റെ GPO ബോർഡേഴ്സ് ആണ് ദുപ്പട്ടയിലും ചെയ്തേക്കുന്നത്. എന്നാലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യും. വെറും 860, 860 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇത്രയും കളർ ഷെയ്ഡ്സ് ഉണ്ട്. ഇതിപ്പോൾ ഷോപ്പിൽ നിന്ന് തന്നെ ഓൾറെഡി ഇപ്പോൾ ഇത് കുറച്ച് ദിവസം ആയതാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വന്നിട്ട്. കുറച്ചധികം ദിവസങ്ങളല്ല ആഴ്ചകളായതാണ്. അപ്പം ഷോപ്പിൽ നിന്ന് കുറേ ഡിസൈൻ കളേഴ്സിൻ്റെ പീസസ് പോയിട്ടുണ്ട്. എല്ലാം ഒരേ ക്വാണ്ടിറ്റി ഇല്ല. വേഗം ഓർഡർ പ്ലേസ് ചെയ്തോളുക. ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യും. വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നമ്മുടെ ആ പ്ലാറ്റിനം ബേസ് ആയിട്ട് വരുമ്പോൾ എല്ലാത്തിനും ആ ഒരു ഗ്ലോസി പ്രീമിയം ഫിനിഷ് ഇതിനെല്ലാം ഉണ്ട്. ഇതൊക്കെ നല്ല കളർഫുൾ ആയിട്ട് ഇങ്ങനെ ഷെയ്ഡാണ് കേട്ടോ. വീഡിയോയിൽ ഇത് ചെറിയൊരു പേസ്റ്റിലായിട്ട് വന്നിട്ടുണ്ട്. അത്രയും പേസ്റ്റിലല്ല, അതിനേക്കാൾ ഒരു 2 സ്റ്റെപ്പോടെ മുകളിൽ നിൽക്കും. നല്ല കളർഫുൾ ഷെയ്ഡ്സ് ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് കളർ ഞാൻ ഇട്ടേക്കുന്ന ഷെയ്ഡാണ്. ഇതിൻ്റെ 4 ബോർഡേഴ്സും ഇതുപോലെ വർക്ക് വരുന്നുണ്ട്. ആൻഡ് ഇത് നമ്മുടെ ഓൺ ഡിസൈനിൽ തന്നെ വരുന്ന ഡിസൈനാണ്. സോ ഇതിന് നല്ല ലെങ്ത്തും വിട്ടും ഒക്കെ ഉണ്ട്. എല്ലാം പ്രീമിയം കളേഴ്സും പാറ്റേണും ആണ് വന്നിരിക്കുന്നത്. ടോപ്പിൻ്റെ യോക്ക് ഇതുപോലെ ഹെവി ആയിട്ട് വർക്ക്. ദുപ്പട്ടയിൽ വരുമ്പം 4 ബോർഡേഴ്സും വർക്ക് വരുന്ന പ്രീമിയം സെഗ്മെന്റിൽ തന്നെ വരുന്ന ഒരു ഡിസൈനാണ്. പക്ക ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ആരും പറയല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന ഐറ്റമാണ്. ദുപ്പട്ടയുടെയും 4 ബോർഡേഴ്സിലും വർക്ക് വരുന്നുണ്ട്. സോ അപ്പോൾ അടുത്ത കളർ ഈ ഒരു ലെവൻഡറിൻ്റെ ബേസ് ആയിട്ടുള്ള കളർ ടോണാണ്. പിന്നെ ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഒക്കെ ചെയ്തേക്കുന്ന ഈ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ ഉള്ളൂ. എന്നാലും ദുപ്പട്ടയാണ് നമുക്ക് അധികം വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ടോപ്പിൽ വാഷ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഫാൻസി ആയിട്ട് ചെയ്തേക്കുന്ന ഐറ്റംസ് ആണ്. അപ്പം ഇച്ചിരി കെയർ വേണം, ഒത്തിരി റഫായിട്ട് യൂസ് ചെയ്യല്ലേ. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ വർക്ക് വന്നേക്കുക. ഇതാണ് ദുപ്പട്ട. ഇതിൽ ജസ്റ്റ് കളേഴ്സ് അറിഞ്ഞാൽ മതിയല്ലോ. നല്ല ഫാബ്രിക് ആണ്, ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു ഫിനിഷിങ്, അതായത് ആ ഒരു ഗ്ലോസി ഫിനിഷ് വരുന്നുണ്ട്. ആൻഡ് കളേഴ്സ് ആണെങ്കിലും നമ്മളുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫംഗ്ഷൻ വെയർ ആയിട്ട് സെലക്ട് ചെയ്യുന്ന കളർ ടോൺസ് ആണ് ഇതിൽ നമ്മൾ കൂടുതലും അഡാപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇനിയിപ്പം ഓണമൊക്കെ വരുമ്പം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു കളക്ഷനാണ്. ആ ഒരു റേഞ്ചിലാണ് നമ്മളിത് സെറ്റ് ചെയ്തേക്കുക. നല്ല ഷെയ്ഡല്ല, എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ്. പിന്നെ ഓണം ബേസ് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് പ്രൈസും കൂടിയാണ്. അല്ലെങ്കിൽ നോർമലി നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് മോഡൽസ് ഇടുന്നെല്ലാം ഓൾമോസ്റ്റ് 999 പ്രൈസിൽ വരുന്നതാണ്. ഇത് നമ്മൾ കുറച്ചും കൂടി ഒരു ഓണം ഡിസ്കൗണ്ടഡ് പ്രൈസിലും കൂടിയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് കൂടുതൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാനും അങ്ങനെയൊക്കെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു യൂസിനൊക്കെ വേണ്ടിയുള്ള ഒരു സ്റ്റൈലാണ് ഇതിൽ നമ്മൾ കൂടുതലും നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് അങ്ങനെയാണ്. 860 അതുകൊണ്ട് പ്രൈസ് വന്നുള്ളൂ. വെറും 860 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സോ ഇപ്പോൾ ഇതാണ് ലാസ്റ്റ് കളർ. ഇത് നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇത് ലാസ്റ്റ് ആയിട്ട് കാണിച്ചത്. വീഡിയോയിൽ വരുമ്പോൾ ഇതിന് നല്ല കളർ ചേഞ്ച് വരുന്നുണ്ട്. ഡസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രീൻ ആയിട്ടാണ് കാണുക. നേരിട്ട് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ആപ്പിൾ ഗ്രീനിൻ്റെ വേരിയൻ്റ് ആണ്. അതായത് പിസ്തായും ആപ്പിളിൻ്റെ കൂടെ മിക്സ്ഡ് ആണ് വന്നേക്കും. അപ്പോൾ ഇത്രയും പൊളി കളേഴ്സ് ആണ്. വേണമെങ്കിൽ ഇപ്പം കാണിച്ച എല്ലാം എടുത്ത് വെച്ചോളൂ. ഓരോരോ ചെറിയ ഫംഗ്ഷൻസിന് വേണമെങ്കിലും ഉപയോഗിക്കാം. വെറും 860 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.